ഏറ്റവും കൂടുതൽ എല്ലാവരെയും ഞെട്ടിച്ചൊരു വാർത്ത ഒരു മകൻ അച്ഛനെ കൊലപാതകം ചെയ്ത വാർത്ത തന്നെയാണ്. അതും മകനോട് പഠിക്കാൻ പറഞ്ഞതിനാണ് മകൻ അച്ഛനെ കൊലപാതകം ചെയ്തത്. അതും സഹോദരിയുടെ മുൻപിൽ വെച്ച്. സഹോദരി മിണ്ടിയാൽ അവളെയും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി അവളുടെ കൺമുമ്പിൽ അവളുടെ പിതാവിനെ കൊന്ന ഒരു വാർത്ത. ശരിക്കും ഇന്നത്തെ കുട്ടികളുടെ മനോചിന്താഗതിയെക്കുറിച്ച് എല്ലാവരും ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. അതൊരു പ്രധാന വിഷയമാക്കി തന്നെ എല്ലാവരും പ്രതികരിക്കുകയും ചെയ്യുന്നു. മകൻ തൻ്റെ വഴിയെ പിന്തുടരണമെന്ന് ശാഠ്യം പിടിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ ലക്നൌവിൽ ഉത്തർപ്രദേശിലെ ബിസിനസ്സുകാരനായ മാനവേന്ദ്ര സിംഗിന് ജീവൻ നഷ്ടമായത് എന്ന് ഒറ്റവാക്കിൽ പറയാൻ സാധിക്കുന്നു. നീറ്റ് പരീക്ഷയ്ക്ക് സമ്മർദ്ദം ചെലുത്തിയ പിതാവിനെ വെടിവെച്ച് കൊന്ന മകൻ വെട്ടിനുറുക്കിയ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പിതാവിനെ കൊലപ്പെടുത്തിയ മകൻ തെളിവ് നശിപ്പിക്കാനായി വലിയ ആസൂത്രണമാണ് നടത്തിയതെന്ന് പറയുന്നു. പിതാവിൻ്റെ ശരീരഭാഗങ്ങൾ വെട്ടിനുറുക്കി ഡ്രമ്മിലും മറ്റും പലയിടത്തും ഉപേക്ഷിക്കുകയായിരുന്നു. ലക്നൌവിൽ മാനവേന്ദ്ര സിംഗിന് ദാരുണമായി കൊലപ്പെടുത്തിയ കേസിൽ 21കാരനായ മകൻ അക്ഷത് പ്രതാപ് സിംഗാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. മകനുമായുള്ള ഭാവി കരിയർ സംബന്ധിച്ച തർക്കത്തിനൊടുവിൽ പിതാവിനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ഫാർമസ്യൂട്ടിക്കൽ, മദ്യവ്യാപാരം തുടങ്ങിയ മേഖലകളിൽ ബിസിനസ് നടത്തിയിരുന്ന 49കാരനായ മാനവേന്ദ്ര സിംഗിനെ വെള്ളിയാഴ്ച മുതൽ കാണാനില്ലായിരുന്നു. വീട്ടിൽ ഒരു വീപ്പയിൽ നിന്ന് ചില ശരീരഭാഗങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് മകൻ അക്ഷത് പ്രതാപ് സിംഗിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് സംഭവകഥ ചുരുളഴിഞ്ഞതെന്ന് പോലീസ് വിശദമാക്കുന്നു. വിശദമായി ചോദ്യം ചെയ്തതിനൊടുവിൽ കൊലപാതകം നടത്തിയതായും മൃതദേഹം മറവു ചെയ്തതായും അക്ഷത് സമ്മതിച്ചതായി പോലീസ് പറയുന്നു. തൻ്റെ മകനെ നീറ്റ് മത്സര പരീക്ഷ എഴുതിപ്പിക്കണമെന്നും മെഡിക്കൽ കരിയർ പിന്തുടരണമെന്നും മാനവേന്ദ്ര സിംഗ് ആഗ്രഹിച്ചിരുന്നതായി പോലീസ് പറയുന്നു. എന്നാൽ മകൻ അതിനെ എതിർത്തു. ഇതിൻ്റെ പേരിൽ ഇരുവരും തമ്മിൽ ഇടയ്ക്കിടെ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. കൂടാതെ ഇതിൻ്റെ പേരിൽ യുവാവ് ഒരിക്കൽ വീട്ടിൽ നിന്ന് ഒളിച്ചോടുകയും ചെയ്തിരുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം 4:30 പിതാവും മകനും തമ്മിൽ വീണ്ടും ഒരു തർക്കമുണ്ടായി. തുടർന്ന് അക്ഷത് തൻ്റെ പിതാവിനെ തോക്കുപയോഗിച്ച് വെടിവെച്ചു. തുടർന്ന് മൃതദേഹം 3ാം നിലയിൽ നിന്ന് താഴത്തെ നിലയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഒഴിഞ്ഞ മുറിയിൽ വെച്ച് കഷ്ണങ്ങളാക്കുകയും ചെയ്തു. സഹോദരി അക്ഷതിനെ കണ്ടപ്പോൾ അവളെ ഭീഷണിപ്പെടുത്തിയും നിശബ്ദയാക്കുകയും ചെയ്തു. തുടർന്ന് അയാൾ സഹോദരിയുടെ മുന്നിൽ വെച്ച് മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിക്കുന്നതും തുടർന്നു. ശരീരഭാഗങ്ങൾ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞു. ശേഷം ചിലത് സദറുണയുടെ സമീപം ഉപേക്ഷിച്ചു. ഏതാനും ചില ശരീരഭാഗങ്ങൾ വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന നീല ഡ്രമ്മിലിട്ടു. പ്രതി കുറ്റസമ്മതം നടത്തിയതിനു ശേഷം പോലീസ് ഫോറൻസിക് സംഘത്തെ വിളിച്ചു വരുത്തി. അവർ വീട്ടിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചു. കൂടുതൽ ശരീരഭാഗങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം പുരോഗമിക്കുകയാണെന്നാണ് പറയുന്നത്. കോടതിയിൽ ഹാജരാക്കിയ അക്ഷതിനെക്കുറിച്ച് ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു, മറ്റുള്ളവരെ കൊലപാതകത്തിലേക്ക് എത്തിക്കുന്നു. സ്വന്തം അച്ഛനെ പോലും ഇത്തരത്തിൽ ഉപദ്രവിക്കാൻ മടിയില്ലാത്ത ഒരു കൂട്ടം ജനതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.